എല്ലാവർക്കും നമസ്കാരം. ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുഞ്ഞന്മാരൊക്കെ വിറക് പുരയില കിടക്കണ കേട്ടാ. അപ്പോൾ അവരെ ഞാൻ ഒരു കൊട്ടയിലാക്കിയിട്ട് എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ വെച്ചിട്ട് നമുക്ക് ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല അവരെ. അപ്പോൾ അവരൊരു കൊട്ടയിലാക്കിയിട്ട് എല്ലാവരും കൂടി ഒരു കൊട്ടയിലാക്കിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. ഒന്നിനെ കയറ്റുമ്പോൾ ഒന്ന് പുറത്തേക്ക് ചാടുന്നുണ്ട്. എല്ലാവരും കൂടി ഇരിക്കണില്ല. എല്ലാവരും കൂടി എടുക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ കുട്ടികൾ. നാല് ചെറിയ കുട്ടികളെ ഈ കൊട്ടയിൽ വെച്ചിട്ടുണ്ട്. ഈ പാണ്ടനെ എൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇതിനൊരാളോണി ഉണ്ട്, പാണ്ടൻ്റെ തുണക്കാരെടുത്തുണ്ട്. അവനെ കൊണ്ടുവരാം. കേട്ടോ വയർത്തു എൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്താ പാണ്ടൻ നമ്മുടെ കുഞ്ഞന്മാരെയായിട്ട് ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇവൻ ഇതാ നമ്മുടെ പാണ്ടൻകുട്ടി. ഇവന് ഓൾറെഡി ബുക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ. ഇവനെ കട്ടപ്പനയ്ക്കാണ് ഇവൻ പോണത്. അടുത്ത തിങ്കളാഴ്ച പോകും ഇവൻ കട്ടപ്പനയ്ക്ക്. ഇവനാളായിട്ടുണ്ട്. പിന്നെ അവൻ്റെ ഒപ്പമുള്ളത് ഈ സുന്ദരനാണ്. ഈ സുന്ദരൻ ഇതുവരെ ആരും വന്നിട്ടില്ല. അപ്പോൾ ഇവന് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടേക്ക് എത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരാം കേട്ടോ. ഇവർ രണ്ടാളാണ് സുന്ദരക്കുട്ടന്മാർ. അതിൽ നമ്മുടെ പാണ്ടന് ആളായിട്ടുണ്ട്, ബ്ലാക്കിക്ക് ആളായിട്ടില്ല. പിന്നെ ഇതാ 4 ചെറിയ കുഞ്ഞുമക്കൾ കേട്ടോ, പൊടിക്കുട്ടികൾ. അവർ പാലുമ്മ കിടന്ന് കൊയ്യട്ടി മറിയാണ്. അപ്പോൾ അവർ കുറച്ചുകൂടി വലുതായിട്ട് നമ്മൾ കൊടുത്തു വിടുള്ളൂ കേട്ടോ. എന്നാലും അവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തോളൂ. അവരുടെ മുഖത്തൊക്കെ അങ്ങനെ മാസ്കുള്ള ടൈപ്പാണ്, കോമ്പായി ടൈപ്പാണ്. അവർക്ക് പാല് കുറച്ചുകൂടി ഒഴിച്ചോ. അവൻ കുടിക്കണല്ലോ പാണ്ട. അത് നല്ലോണം കുടിച്ചിട്ടുണ്ട്. നേരെ കുടിച്ചാൽ പക്ഷെ മറ്റന്നാണ് കറുപ്പനാണ് ഇബനേറ്റിയും ഉഷാറ് കഴിക്കാൻ. ഇത് 2 ഡോഗ്സിൻ്റെ മക്കളാണ് കേട്ടോ. ഇവർ 2 ആളും ഒരു ഡോഗിൻ്റെ മക്കളും, ഇവർ 4 ആളും വേറെ ഡോഗിൻ്റെ മക്കളാണ്. ഇവർ ചെറിയ കുട്ടികളാണ് കേട്ടോ. ഇവർ കുറച്ചായിട്ടുണ്ട്, ഒരു 3 വീക്സ് ആവാറായിട്ടുണ്ട്. ഇവൻ ഓൾറെഡി ബുക്കഡാണ്. ഇനി ഇതിൽ ഇവൻ ബാക്കിയുണ്ട് കേട്ടോ. നമ്മുടെ ഉക്കറപ്പൻ ഞങ്ങളുടെ കൂടെ വന്നതായിരുന്നു കേട്ടോ. അപ്പൊ അവൻ കുട്ടികളെ കണ്ടപ്പോ അവൻ വന്ന് നോക്കണം എന്താ സംഭവം എന്നുള്ളത്, എന്താ സംഭവം എന്നുള്ളത്. വേണം ബിസ്ക്കറ്റ് വേണം അടിച്ച് അവൻ പോയി. കുട്ടുകൊണ്ട് അടുത്ത് അവർ രണ്ടാളും കൂടി അവിടെ ഞങ്ങളുടെ തറവാട് വീണ്ടും മറത്തൊക്കെ എടുക്കായിരുന്നു. അപ്പൊ ഇവിടുന്ന് ബഹളമൊക്കെ കേട്ടപ്പോ ഒന്ന് വന്ന് നോക്കാൻ വന്നതാണ് അവര്, എന്താന്ന് അറിയാൻ വേണ്ടിട്ട്. ഫോട്ടോ എടുത്തില്ലേ എല്ലാവരും പാലുകൂടിയൊക്കെ കഴിഞ്ഞ് വിശ്രമത്തിലായിട്ടാ. 2 പ്രാവശ്യം പാലൊഴിച്ച് കൊടുത്തു. ചെറുതുങ്ങളാണ് കൂടുതൽ പാല് കുടിച്ചത്. വലിയന്മാരിൽ നമ്മുടെ ഈ ബ്ലാക്ക് കുട്ടി കുറച്ചധികം കുടിച്ചിട്ടുണ്ട്. പാണ്ടൻ അങ്ങനെ കുടിച്ചിട്ടില്ല, അവൻ്റെ വയറ് നിറഞ്ഞിരിക്കുകയായിരുന്നതുകൊണ്ട്. പിന്നെ ഞാൻ കുട്ടികളെയൊക്കെ വീണ്ടും വിറക് പുരയിലേക്ക് തന്നെ കൊട്ടയിലാക്കിയിട്ട് തിരിച്ചു കൊടുന്ന് വെക്കുകയാണ് കേട്ടോ. ചെറുതുങ്ങളൊക്കെ അങ്ങോട്ട് വിറക് പുരയുടെ ഉള്ളിലേക്ക് ചകിരിമേലേക്കൊക്കെ കയറിപ്പോയി. വലുതുകളെ ഇവിടെ വെച്ചപ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് തന്നെ വരികയാണ്. നമ്മുടെ ഡോറിൻ്റെ അവിടേക്ക് ഇങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. അവര് പുറത്തേക്ക് വരികയാണ് തന്നെ. വന്ന് തട്ടുന്നു അത്ര ചോട്ടുണ്ടോ. ചാകരി തന്നെയാണ് അവിടെ നിന്നിട്ട് പോകുന്നത്. ഇല്ലില്ല അവൻ ചെന്ന് കിടന്നു. അവന്റെ സ്ഥലം അതാന്നുണ്ട്. ഞങ്ങൾ 2 ദിവസം മുന്നേ തറവാട്ടിൽ നിന്നൊരു ചക്ക കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊരുവിധം പഴുത്തിട്ടുണ്ട്. അപ്പോൾ പഴുത്തത് ഞങ്ങളൊന്ന് വെട്ടി നോക്കുകയാണ്, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. മഴ പെയ്തുകൊണ്ട് വലിയൊരു ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. കുറേ കാലമായില്ല മഴ പെയ്തു തുടങ്ങിയിട്ട്. എങ്കിലും എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. പഴുത്തിട്ടുണ്ടൊരു വിധം.
വലിയ കുഴപ്പമില്ല. ചെറിയൊരു മധുരമൊക്കെ ആയിട്ടുണ്ട്, പറയാൻ മാത്രമുള്ളൊരു മധുരമല്ല. പിന്നെ മഴ പെയ്തതിൻ്റെ ഒരു ഇതുണ്ട്, അങ്ങനെ വെള്ളം കയറിയ പോലെയൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം. ഇനിയും ഞങ്ങൾക്കുള്ള സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കണം. താങ്ക് യു.